നമസ്കാരം. നമ്മുടെ ജാതകം എന്നത് നമ്മുടെ ജീവിതത്തിലെ സാധ്യതകളെ കാണിക്കുന്ന ഒരു വഴികാട്ടി തന്നെയാണ്. നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും ഓരോ കർമ്മങ്ങൾ നമ്മളോട് ചെയ്ത് തീർക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ജന്മത്തിൽ ലഭിച്ച പ്രാരാബ്ധങ്ങളെപ്പറ്റി പറഞ്ഞു തരികയും നമുക്കുള്ള എല്ലാ സാധ്യതകളും ഏത് വഴിക്ക് എങ്ങനെ സഞ്ചരിക്കണം, അതായത് ശരിക്കും ആ ഭഗവാനെ പ്രാപിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു തരുന്ന ശരിക്കും ഒരു വഴികാട്ടി തന്നെയാണ് നമ്മുടെ ജാതകം എന്നത്. അതിനെ ശരിക്കും മനസ്സിലാക്കാനും അതിനെ അറിയാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. വേദത്തിൻ്റെ അംഗമായതിനാൽ ശരിക്കും ഈ ജ്യോതിഷത്തോടൊപ്പം തന്നെ നമുക്ക് ത്രിദോഷങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ ആ സാധ്യതകളെപ്പറ്റി ഒരു തരത്തിൽ നമ്മുടെ ജാതകത്തിലെ വ്യാഴം നല്ലതായിരിക്കുമ്പോൾ ആണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയാം. മറ്റൊരു തരത്തിൽ നമ്മുടെ ജാതകത്തിലെ കേതു എന്ന ഗ്രഹം, അതായത് ഒരു പ്രതീക്ഷയും നമ്മളിൽ ബാക്കി വയ്ക്കാത്ത ഒരു ഗ്രഹം, ആ ഗ്രഹത്തിനെ മനസ്സിലാക്കുകയും ആ ഗ്രഹം ഇരിക്കുന്ന ഭാവം, ആ ഗ്രഹം സ്വാധീനിക്കുന്ന അതിൻ്റെ ത്രികോണങ്ങൾ എന്നിവയെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാത്തിനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയിലോ നമ്മുടെ കുട്ടികളിലോ നമുക്ക് ലഭിച്ച ജോലിയിലോ ഒന്നിലും നമുക്ക് പരാതി ഉണ്ടാവില്ല. നമ്മളെ അപമാനിക്കുന്നവരോടും നിങ്ങൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ ജോലി എങ്ങനെയാണ് കിട്ടിയത്, അതായത് പലതരത്തിലും നിങ്ങളുടെ കരിയറിൽ പലതരത്തിലും നിങ്ങൾ ഇൻസൾട്ട് കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടുകാർ കളിയാക്കുന്നുണ്ടാകാം. അതായത് എല്ലാം നമുക്ക് ഒരുപോലെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക്, ശരിക്കും അതും ആധ്യാത്മിക തലം തന്നെയാണ്, അവിടേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഗ്രഹങ്ങളെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ്. പലപ്പോഴായിട്ട് ഞാൻ ഗ്രഹങ്ങളുടെ ചില കാരകത്വങ്ങളെ പറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ബുധനും നാത്തൂന്മാരും കുട്ടികളും എന്നുള്ള ടോപ്പിക്കും, ശനിയെ പറ്റിയിട്ടുള്ള ടോപ്പിക്, അതുപോലെ രാഹുവിനെ പറ്റി കേതുവിനെ പറ്റിയും ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലും ഗ്രഹങ്ങളെ പറ്റി പലതരത്തിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോരുത്തരും ജ്യോതിഷം അവനവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി, ഈ നിലവാരം എന്നത് ഞാൻ ആധ്യാത്മിക പുരോഗതിയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആധ്യാത്മികമായി ഇലവേറ്റഡ് ആകുമ്പോൾ, നമ്മുടെ കോൺഷ്യസ്നസ് വർദ്ധിക്കുമ്പോൾ, നമ്മൾ കൂടുതലായിട്ടും ഉയർന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന അപമാനങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇതിലൊന്നും നമുക്ക് വലിയ താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു കോൺഷ്യസ്നസ് എന്നത് വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാനും, ദേവി ആരാധനയെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞത് എല്ലാം ശക്തിയാണ്. നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നതും ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുന്നതും എല്ലാം ആ ശക്തി ഉള്ളത് കൊണ്ടാണ്, ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ശക്തിയെ, ഈശ്വര ചൈതന്യത്തെ എന്ന് മനസ്സിലാക്കിയാലും മതി. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് മോഡിലേക്ക് നമ്മൾ വരും. ജ്യോതിഷം മനസ്സിലാക്കുമ്പോഴും നമുക്കെപ്പോഴും നമ്മുടെ ജാതകം മുന്നിൽ വച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് പഠിക്കാൻ കഴിയില്ല. ഒരേ ദിവസം ജനിച്ച ആൾക്കാരുടെ ജാതകങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരുപാട് വ്യത്യാസം. കാരണം ഓരോരുത്തർക്കും പ്രാരാബ്ധങ്ങൾ വെവ്വേറെയാണ്. ആ പ്രാരാബ്ധങ്ങളെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യവും. അതായത് ബേസിക്കായിട്ടുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് അഷ്ടമത്തിലെ ഗ്രഹങ്ങളെല്ലാം മോശമാണെന്നോ 12ാം ഭാവത്തിലെ ഗ്രഹങ്ങളെല്ലാം മോശമാണെന്നോ, നമുക്കെല്ലാം ചിലവ് മാത്രം തരുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എല്ലാം ചിലവായി പോകുന്ന ഒരു ഭാഗമാണ് 12ാം ഭാവമെന്നോ, 6, 8, 12 ഭാവങ്ങളെല്ലാം മോശമാണെന്നോ, രാഹു എന്ന ഗ്രഹം വളരെയധികം മോശമാണ്, ശനി മോശമാണ്, കേതു മോശമാണ്, ചൊവ്വ പാപഗ്രഹമാണ്, ക്രൂരമാണ്, ഇങ്ങനെ മാത്രം ഒതുങ്ങി ചിന്തിക്കാതെ ഈ ഗ്രഹം നമ്മുടെ ജാതകത്തിൽ തരുന്ന സാധ്യതകളെപ്പറ്റി നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൃത്യുഭയത്തെപ്പറ്റി പറഞ്ഞതുപോലെ അതിലെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഒരുപാട് നാമജപങ്ങളും പൂജാപ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയും നെഗറ്റീവ് എനർജി വരികയും നിങ്ങളുടെ ആ ഒരു പുണ്യം കൊണ്ടുപോവുകയും ചെയ്യുന്നതും, അതിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. പലരും പലപ്പോഴായിട്ട് ഇമെയിലിലൂടെ ഇത് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ പിന്നെ മൃത്യുഭയം എന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് ആരോഗ്യത്തോട് കൂടിയിരിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം നോർമലായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര അറിയില്ല. പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടി ചിന്തിക്കാതെ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ഭയത്തോടു കൂടി. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഭയമുള്ളവരുണ്ട്,
ആഴമുള്ള കിണർ കാണുമ്പോൾ ഭയമുള്ളവരുണ്ട്. രാത്രി ലൈറ്റ് ഇടാതെ ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. രാത്രി ഉറക്കമേ വരാൻ വിഷമമുള്ളവരുണ്ട്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ പലതരത്തിലാണ്. പല ആൾക്കാരുടെയും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. പറഞ്ഞു വരുന്നത് ജ്യോതിഷം പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ അഷ്ടമത്തിലെ വ്യാഴത്തിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ സങ്കുചിതമായിട്ട് ചിന്തിക്കരുത്. പുസ്തകം വായിക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും ഒക്കെ എവിടെയാണ് എൻ്റെ ആ രാശിയുടെ ഫലം വരുന്നത് അവിടെ വരെ സ്ലൈഡർ കൊണ്ടുപോയിട്ട് ആ ഒരു ടൈം സ്റ്റാമ്പിൽ നിർത്തിയിട്ട് കാണുന്നവരാണ് പലരും. ജ്യോതിഷം നമുക്കറിയണം, പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മേടത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ഭാവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇവിടെ ഇപ്പോൾ ഗോചര സമയത്ത് ഈ ദൃഷ്ടി പതിക്കുന്ന ഭാഗത്ത് മറ്റൊരു ഗ്രഹം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ കൂടി ചേർത്തിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജാതകം മാത്രം വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാലും സങ്കുചിത മനസ്ഥിതിയോടുകൂടി സമീപിക്കാവുന്ന ഒരു ശാസ്ത്രമല്ല. മാത്രമല്ല പലരെയും നമ്മൾ ബഹുമാനിച്ച് നമ്മുടെ ആ ഒരു തട്ട് താഴ്ന്ന് നിർത്തിയിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മളെപ്പോഴും വിദ്യാർത്ഥിയായിട്ടിരിക്കേണ്ടുന്ന ഒരു ഫീൽഡുമാണ് ജ്യോതിഷം. അതായത് നമ്മൾ ഓരോരുത്തരും എപ്പോഴും വിദ്യാർത്ഥി തന്നെയാണ്. നമ്മളൊരു പ്രത്യേക ഗുരുവിൻ്റെ കീഴിൽ ചില കാര്യങ്ങൾ, ചില മെത്തേഡ്സ് പഠിക്കുമ്പോൾ മറ്റു ചില ആചാര്യന്മാരുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാം, അവിടെ നിന്ന് പഠിച്ചവർക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ശാസ്ത്രത്തെ കൂടി അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാവരെയും ബഹുമാനിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അനുഗ്രഹമാണ്, പരാശക്തികളുടെ അനുഗ്രഹമാണ്. പരാശക്തികളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പല കർമ്മങ്ങൾ പല ജന്മങ്ങളിലൂടെ കുമിഞ്ഞുകൂടിയ, ഒന്നും രണ്ടുമല്ല അനേകം യോനികളിലൂടെ കടന്നു വന്നിട്ട്, അനേകം ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ട് ചെയ്ത കർമ്മഫലം അതിൻ്റെ ഒരു പരിഹാരം ആയിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഇഷ്യൂ അധികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴായിരിക്കും അവർ വന്നൊരു സൊല്യൂഷൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പുണ്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. ഒരുപാട് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഈ പരിഹാരങ്ങൾ എന്നതിന് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ലതാണെങ്കിൽ ഏട്ടും ഗുരുവിൽ ആ വിശ്വാസമുണ്ടാകും. ബുധൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുധൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിൽ കൂടുതലുള്ളതെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റീവ് ആവും. പെട്ടെന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയും. ഒന്ന് നിൽക്കുക, ചിന്തിക്കുക, എന്നിട്ട് മറുപടി പറയണമോ വേണ്ടയോ, ഗുരു പൂർത്തിയാക്കിയോ, അധ്യാപകൻ പഠിപ്പിച്ച് തീർന്നോ, ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ പെട്ടെന്ന് ഉടനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വ്യാഴം എപ്പോഴും നല്ലതായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നതും ആ ഒരു അതിൻ്റെതായ സമയത്ത് കാര്യങ്ങൾ നടക്കും. ആ വിസ്ഡം, ആ നോളജ്, അതാണ് വ്യാഴം എന്നത്. അപ്പോൾ പലതരത്തിലും നമ്മൾ ജ്യോതിഷത്തെ അറിയേണ്ടത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ അറിയണം. ശനിയുടെയും രാഹുവിൻ്റെ ഒരു കോമ്പിനേഷൻ ജാതകത്തിലുണ്ടെങ്കിൽ, അതുപോലെ രാഹു കർക്കിടകത്തിലൊക്കെ ആണെങ്കിൽ, ചന്ദ്രനും രാഹുവുമായിട്ടുള്ള ഒരു ത്രികോണ സംബന്ധമോ, ഞാൻ ഈ ബന്ധം എന്ന് പറയുമ്പോൾ ഇത് നക്ഷത്ര സംബന്ധം, ദൃഷ്ടി സംബന്ധം, ത്രികോണ സംബന്ധം ഒക്കെയായി, അതുപോലെ ഇവർ ഒരുമിച്ചിരിക്കുമ്പോഴുള്ള കാര്യങ്ങളായാലും നവാംശത്തിലാണെങ്കിലും ജാതകത്തിലാണെങ്കിലും ഇത്തരം ബന്ധം വരുമ്പോൾ രാഹുവിൻ്റെയും ശനിയുടേതായാലും ശനിയും ചന്ദ്രനും രാഹുവും ചന്ദ്രനും ഇത്തരം കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പബ്ലിക്കിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇമോഷണൽ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. ചന്ദ്രൻ അമ്മയെ കൂടി സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, ഏത് കാരകം, അതായത് ചരകാരകങ്ങളിൽ ഏത് കാരകത്വത്തെ സൂചിപ്പിക്കുന്നു, അതിനനുസരിച്ചിട്ടും കൂടി നമ്മൾ അതിന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പറയാവുന്നതാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് കൂടുതൽ കൊടുക്കാൻ പഠിക്കണം. ഇവർ അഷ്ടമഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നിഗൂഢ വിദ്യയുണ്ടോ, അത് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ആൾക്കാർക്ക് നന്മ ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് കർക്കിടകത്തിൽ രാഹു ആണെങ്കിലും വളരെയധികം ട്രബിൾസമായിട്ടുള്ളൊരു പൊസിഷനാണ്. ജലതത്വ രാശികളിൽ രാഹുവിൻ്റേത് ആധ്യാത്മിക ചിന്തയില്ലെങ്കിൽ, ധ്യാനം, മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങൾ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ വളരെയധികം മാനസികമായിട്ടുള്ള ട്രബിൾ. വ്യാഴം ഉച്ചത്തിലാവുന്ന രാശിയാണ് കർക്കിടകം. അവിടെ രാഹു വന്ന് കഴിഞ്ഞിരുന്നാൽ അത് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹമില്ലെങ്കിൽ അത് നട്ടലിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടുതരാൻ, ഇമോഷണൽ ടേമോയിൽ, അതുപോലെ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ വരിക, അതുപോലെ ഉറക്കമില്ലായ്മയായിട്ട് അവർക്ക് തോന്നുകയുമില്ല.
അവർക്ക് രാത്രി ഉണർന്നിരിക്കുമ്പോഴാണ് ഒരു സന്തോഷവും അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നതും രാത്രിയിലാണ്. അവർ വായിക്കുക, എഴുതുക, അവർ ആക്റ്റീവ് ആവുന്നത് രാത്രിയിലായിരിക്കും. പക്ഷേ അവരുടെ ആരോഗ്യത്തെ അത് ക്ഷയിപ്പിക്കും. കാരണം ചന്ദ്രൻ നമ്മളെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ മുറിവുണക്കാൻ, നമുക്ക് നല്ല ഉറക്കം തരുന്ന, നമ്മൾ നന്നായിട്ട് ഉറങ്ങണം എന്ന് നമ്മളെ കാണിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. നമുക്ക് ആ ചന്ദ്രപ്രകാശ സമയത്തുള്ള നമ്മുടെ ഒരു ഉറക്കം എന്നത്, അതായത് രാത്രിയിലെ ഉറക്കം എന്നത് നമ്മളെ ഒരുപാട് ഹീലിംഗ് ചെയ്യുന്നുണ്ട്, നമ്മളെ മുറിവുണക്കുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ രോഗശാന്തി വരുത്തുന്നുണ്ട്, നമുക്കൊരു ആശ്വാസം, പീസ് ഓഫ് മൈൻഡ് ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് രാത്രി ഉറങ്ങേണ്ടത് ആവശ്യവുമാണ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കേണ്ടതും ആവശ്യമാണ്. ആ സമയത്താണ് ദേവതമാർ വളരെയധികം ആക്റ്റീവ് ആവുന്നതും ആ സമയത്തുള്ള ജപങ്ങൾക്കും ധ്യാനത്തിനും ഒക്കെ വലിയ ഫലവുമാണ്. പറഞ്ഞു വരുന്നത്, പാപഗ്രഹങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കുക. ഓവർ തിങ്കിങ് തരും രാഹുവും ചന്ദ്രനും ഒരുമിച്ചിരിക്കുമ്പോൾ, ശനിയും ചന്ദ്രനും ഒന്നിച്ചിരിക്കുമ്പോൾ. നേരത്തെ തന്നെ ഇതിനെപ്പറ്റിയുള്ള വീഡിയോകളുണ്ട്, വിഷയോഗത്തെ പറ്റിയായാലും കേമദ്രുമയോഗത്തെ പറ്റിയായാലും വീഡിയോകളുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വരുമ്പോൾ, ഞാൻ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നക്ഷത്ര സംബന്ധം, നക്ഷത്ര പരിവർത്തനം, ഇവരുടെ രാശി പരിവർത്തനം, ഇവർ തമ്മിലുള്ള ദൃഷ്ടി, അതായത് പരസ്പരം രാശികളിലിരിക്കുക, ഇവരുടെ നവാംശ സംബന്ധം, ത്രികോണ സംബന്ധം, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുക, പബ്ലിക്കിനെ ഇമോഷണലി ഹീൽ ചെയ്യുക. അതായത് പബ്ലിക് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആരാണോ ആ ഒരു ആശ്വാസം ചോദിച്ചു വരുന്നത് അവരെ ആശ്വസിപ്പിക്കുക, ഒരു നല്ല കേൾവിക്കാരനാവുക, നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വിടുക. പക്ഷേ പലപ്പോഴും നമ്മുടെ ജാതകത്തിലെ ഈ കോമ്പിനേഷൻ, രാഹു മഹാദശയാണ്, രാഹുവും ചന്ദ്രനും ഒരുമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഹുവിൽ നിന്ന് ത്രികോണത്തിലാണ് ചന്ദ്രൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാകും, നിങ്ങൾ ഉറക്കം വരില്ല, വിദേശത്ത് പോകുന്നതാണ് നല്ലത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിരിക്കുന്ന ഭാവത്തിനനുസരിച്ച് 9-ാം ഭാവം 12-ാം ഭാവം ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവുമെങ്കിൽ അത് വിദേശ യാത്രയും കാര്യങ്ങളെയൊക്കെ കാണിക്കുന്നതാണ്. എന്നിരുന്നാലും ഇതിനേക്കാളും അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ആ കർമ്മമാണ്. ആത്മകാരക ഗ്രഹമായിട്ടുള്ള ബുധൻ 10-ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ സ്വന്തം നക്ഷത്രമായ ആയില്യത്തിലിരിക്കുമ്പോൾ ഉള്ളൊരു ഉദാഹരണം പറയുകയാണ്. ആ ദശാകാലത്ത് ഏറ്റവും അധികം ഈ ബുധൻ ആവശ്യപ്പെടുന്നത്, അതായത് തുലാം ലഗ്നക്കാരൻ 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ആയില്യത്തിൽ 10-ാം ഭാവത്തിലിരിക്കുമ്പോൾ ശരിക്കും ബുധൻ ആവശ്യം വിദ്യയാണ്. ആ സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും പഠിക്കുക എന്ന കർമ്മം ചെയ്യാനാണ്. പബ്ലിക്കിന് നിങ്ങളുടെ അറിവ് കൊണ്ട് പബ്ലിക്കിനെ സഹായിക്കുക, അതായത് മറ്റുള്ളവരെ സഹായിക്കുക. ബുധൻ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കർമ്മം ആണ്. അപ്പോൾ 10-ാം ഭാവത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു പക്ഷേ കരിയറിൽ പ്രോബ്ലം കൊണ്ട് തന്നേക്കാം. ഗോചരത്തിലെ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടെങ്കിൽ, ദശാകാലങ്ങൾ കൂടി നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ കരിയറിൽ പ്രശ്നം കൊണ്ട് തന്നേക്കാം. ശരിക്കും സ്വന്തം നക്ഷത്രത്തിലാണ് ബുധൻ ഇരിക്കുന്നത് 9-ാം ഭാവാധിപനായിട്ട്. 9-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് നല്ല കോമ്പിനേഷനാണ്. ആ സമയത്തുള്ള ദശ അനുകൂലമല്ലാത്ത കരിയറിൽ ഒരു കൺഫ്യൂഷൻ വന്ന ഒരു ആളുടെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത്, ആ ബുധൻ ആവശ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള കർമ്മം ചെയ്യൂ. നിങ്ങൾ ഇമോഷണലി, കർക്കിടകം എന്നത് ഇമോഷണൽ രാശിയാണ്, ചന്ദ്രൻ്റെ രാശിയാണ്. ബുധൻ അവിടെ ഇരിക്കുന്നു. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കൂ കുട്ടികൾക്ക്. സിബ്ലിങ്സിനെ കൂടി സൂചിപ്പിക്കുന്നു, സഹോദരങ്ങളെ, നാത്തൂന്മാരെ സൂചിപ്പിക്കുന്നു, മാതൃവീട്ടുകാരെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കർമ്മങ്ങൾ, 10-ാം ഭാവം കർമ്മഭാവം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളെ ആ ഭാവത്തിൽ ആ ഒരു ദശാസമയത്ത് എന്താവശ്യപ്പെടുന്നു എന്നത്. അപ്പോൾ ചിലർക്കിത് പെട്ടെന്ന് മനസ്സിലാകും. 9-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രത്തിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇത് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അതേസമയം വ്യാഴം നല്ലതല്ലെങ്കിൽ, 9-ാം ഭാവത്തിൻ്റെ അവസ്ഥ നല്ലതല്ലെങ്കിൽ, ആചാര്യൻ പറയുന്നത്, ആസ്ട്രോളജേഴ്സ് പറയുന്നത്, അഡ്വൈസേഴ്സ് പറയുന്നത് മനസ്സിലാക്കാതെ അതിനെ സംശയിക്കും. അഗ്നിതത്വരാശികളിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം, അതുപോലെ വൃശ്ചികത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം ഒക്കെ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ അസൂയയും ജനിപ്പിക്കും. അറിവുള്ളവരോട് അസൂയയും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ബേസിക്കലി തുടങ്ങിയത് വ്യാഴത്തെപ്പറ്റി പറയാനാണ്. വ്യാഴം, അഷ്ടമത്തിലെ വ്യാഴം അല്ലെങ്കിൽ വൃശ്ചികത്തിലെ വ്യാഴമാണെങ്കിൽ, ആ വൃശ്ചികം എന്നത് നിഗൂഢതയാണ്. നിഗൂഢതയുടെ രാശിയിൽ, ചൊവ്വയുടെ രാശിയിലിരിക്കുന്ന വ്യാഴം എന്നതിന് ആ ഒരു നിഗൂഢ സ്വഭാവം ഉണ്ടാകും. അറിവും ജ്ഞാനവും വേദമന്ത്രങ്ങളും അതുപോലെ എല്ലാ ജ്ഞാനവും കൊണ്ട് ഒരു കിണറിനുള്ളിൽ പോയിരിക്കുകയാണ് വ്യാഴം എന്ന് വിചാരിക്കുക. ആ ഒരു അവസ്ഥയാണ് അഷ്ടമത്തിലെ വ്യാഴത്തിന്
അല്ലെങ്കിൽ വൃശ്ചികത്തിലെ വ്യാഴത്തിന്, രണ്ടും ഈക്വലി ഫലം തരും, ഭാവത്തിനും അതേ ഫലം തരും. പക്ഷെ രാശിയുടെ ക്വാളിറ്റി ഇരിക്കുന്ന നക്ഷത്രം ചേർത്തിട്ട് വേണം നമ്മൾ കൂടുതലായിട്ട് പറയാനായിട്ട്. പറഞ്ഞു വരുന്നത്, അഷ്ടമത്തിലെ വ്യാഴം ഇരിക്കുമ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഒരാളുടെയും ജാതകം ദശാകാലങ്ങൾ കൺസിഡർ ചെയ്യാതെ ജനറലി പറയുകയാണെങ്കിൽ, അഷ്ടമത്തിലെ വ്യാഴമുണ്ടെങ്കിൽ, അതുപോലെ വൃശ്ചികത്തിലെ വ്യാഴമാണെങ്കിൽ, ഏറ്റവും അധികം നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ മോറൽ വാല്യൂസിലാണ്. നിങ്ങളുടെ നൈതികത എന്നത്, ആ വാക്ക് ശരിയാണോ എന്നറിയില്ല, നിങ്ങളുടെ ധാർമ്മികത എന്നത്, നിങ്ങളുടെ ഒരു എന്താ പറയുക സ്വഭാവശുദ്ധി എന്നത്, ചാരിത്രശുദ്ധി എന്നത്, അതാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത്. പല അവസരങ്ങളും വരും ഉയരാൻ വേണ്ടിയിട്ട്, ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കും, ഏതെങ്കിലും ആയിക്കോട്ടെ. അതായത് നമ്മുടെ ഒരു സ്വഭാവശുദ്ധി എന്നത്, നമ്മൾ പണത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമോ, ജോലിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമോ? നിങ്ങൾ പക്ഷേ ഒരു 4-5 വർഷം ജോലിയില്ലാതെ വീട്ടിലിരുത്തിയിട്ട് നിങ്ങൾ വളരെയധികം വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു മിനിറ്റ് ഓഫീസിൽ പോവാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു 3-4 വർഷം നിങ്ങൾ വിചാരിക്കുന്ന ജോലി കിട്ടിയില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ ജോലി കിട്ടുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ പരീക്ഷണം തരുന്നത് അഷ്ടമത്തിലെ വ്യാഴമാണ്, വൃശ്ചികത്തിലെ വ്യാഴമാണ്. അതാണ് വ്യാഴം തരുന്ന വെല്ലുവിളി എന്നത്. ഒരു തവണ ആ ഒരു ടൈം പീരീഡ്, ഏത് ദശാകാലം അല്ലെങ്കിൽ ഏത് അന്തർദശാകാലമാണ് നിങ്ങളെ ആ പരീക്ഷിച്ചത്, അല്ലെങ്കിൽ ഏത് ഗോചര സമയത്ത്, ചിലപ്പോൾ 7.5 ശനി സമയത്തായിരിക്കാം, ചിലപ്പോൾ ശനി മഹാദശ സമയത്തായിരിക്കാം, ചിലപ്പോൾ ഈ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് തന്നെയായിരിക്കാം നിങ്ങളുടെ ഈ ഒരു പരീക്ഷണം എന്നത്. ആ സമയത്ത് നിങ്ങൾ ഒരാളെ മാത്രമേ ശരണം പ്രാപിക്കേണ്ടൂ, നാരായണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ എപ്പോഴും ഉച്ചരിക്കുക എന്നത് തന്നെയാണ്, നാമജപം ചെയ്യുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഒന്നേ ചെയ്യാനുള്ളൂ. ഇവർക്ക് നല്ല സൈക്യാട്രിസ്റ്റ് ആവാൻ, സൈക്കോളജിസ്റ്റ് ആവാൻ, നല്ല കൺസൾട്ടൻസ് ആവാൻ, നല്ല ആസ്ട്രോളജേഴ്സ് ആവാൻ, എല്ലാത്തിനും വേണ്ടുന്നത് നല്ലൊരു അഷ്ടമഭാവം തന്നെയാണ്. 5-ാം ഭാവം, അഷ്ടമഭാവം, 12-ാം ഭാവം ഒക്കെ നല്ലതായി കഴിഞ്ഞാൽ വളരെയധികം ഇൻറ്റ്യൂട്ടീവായിട്ട് കാര്യങ്ങൾ പറയാനും വളരെയധികം കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ പറയാനും കഴിയും. നല്ലൊരു കൗൺസിലേഴ്സാണ്. ആൾക്കാരും ആശ്വാസം തേടിയിട്ടാണ് വരുന്നത്. ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പോകുന്നവരുണ്ട് ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത്. അത് സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നമ്മുടെ പ്രാരബ്ധം പലപ്പോഴും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതറിയാൻ വേണ്ടിയിട്ട് വരുന്ന ജ്യോതിഷം അറിയുന്ന ആൾക്കാരും ഒക്കെയുണ്ട്. അതുപോലെ സ്വന്തം ശരീരത്തിനെ പറ്റി എല്ലാ വിവരമുള്ള ആൾക്കാരാണ് ഡോക്ടേഴ്സ്. അവരും വരുന്നത് എന്താണ് ആ പ്രാരാബ്ധം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്, ഞാൻ ഇത്രയും ആൾക്കാരെ ചികിത്സിക്കുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ആ പ്രാരാബ്ധത്തിൻ്റെ ആ ഒരു വഴി അറിയാനാണ് പലരും വരുന്നത്. പറഞ്ഞു വരുന്നത്, അഷ്ടമത്തിലെ വ്യാഴം അതുപോലെ വൃശ്ചികത്തിലെ വ്യാഴം വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സിദ്ധി തരുന്നത് പോലെ, ഒരുപാട് കഴിവുകൾ തരിക എന്ന് പറയാം. അത്രയും നല്ലൊരു പ്ലേസ്മെൻ്റ് ആണത് വ്യാഴത്തിൻ്റേത്, പ്രൊവൈഡഡ് ഇത് നിങ്ങൾ ചീത്തയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ. ഒരു തരത്തിലും അവിടെ കള്ളത്തരം, തട്ടിപ്പ്, പറ്റിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ജന്മത്തിൽ ചെയ്യരുത്. അത് പലതരത്തിലും നിങ്ങളറിയാതെ, വ്യാഴം ദൈവികതയാണ്, ദേവഗുരുവാണ്. അപ്പോൾ വ്യാഴം മോശമായി കഴിഞ്ഞാൽ അത് തരുന്ന ഒരു നെഗറ്റിവിറ്റി എന്നത് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അത് പതുക്കെയാണ് വ്യാപിക്കുന്നത്. കുടുംബത്തിൽ, സന്താനങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, മനസ്സമാധാനത്തിൽ, ആരോഗ്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളിലും അത് അങ്ങോട്ട് വ്യാപിക്കുകയും ചെയ്യും. അതാണ് പറയുന്നത്, നമ്മുടെ പിതൃക്കൾ ചെയ്ത അബദ്ധങ്ങൾ, നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലങ്ങൾ, ഇതെല്ലാം നമ്മളും അനുഭവിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, മൃത്യുവിൻ്റെ മുഖത്തു നിന്ന് ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം വ്യാഴം അഷ്ടമത്തിൽ, അതുപോലെ വ്യാഴം വൃശ്ചികത്തിൽ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് നല്ല ആസ്ട്രോളജേഴ്സ്, നല്ല ഡോക്ടേഴ്സ്, നല്ല സൈക്യാട്രിസ്റ്റ്, നല്ല റിസർച്ചേഴ്സ്, ഏത് ഫീൽഡിൽ പോയാലും അതിൽ അഗ്രഗണ്യരാവാൻ കഴിവുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്, ഇവർക്ക് ആ ഒരു ആധ്യാത്മികത എന്നത് മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു, മോറൽ വാല്യൂസ് എന്നത് മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. ആ ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെ പോലെ, മോശം കാര്യങ്ങളെ കാണുമ്പോൾ കണ്ണടയ്ക്കുക, ചെവി പൊത്തിപ്പിടിക്കുക, ഒന്നും കേൾക്കരുത്,
അതുപോലെ വായമൂടുക, മോശം കേൾക്കരുത്, പറയരുത്, കാണരുത്, അങ്ങനെ ഒരു ജീവിതമായിരിക്കണം. കുറച്ചുകൂടി സെയിൻറ്റ്ലി ആയിരിക്കണം ജീവിതം, സന്യാസിയെ പോലെ. മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് അധികം ഇൻറ്ററാക്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. എത്രമാത്രം ഒറ്റയ്ക്കിരുന്ന് സിദ്ധികൾ നേടാൻ, ധ്യാനം, തപം, ഉപവാസങ്ങൾ എടുത്തിട്ട്, മന്ത്രജപങ്ങൾ ചെയ്ത്, പലതരം വിദ്യകൾ പഠിച്ചിട്ട്, തന്ത്രമന്ത്രങ്ങൾ പഠിച്ചിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു സിദ്ധികൾ കൊണ്ട് യൂണിവേഴ്സിനെ ഹീൽ ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മുടെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ കഴിയുമോ, ആ ഒരു കർമ്മം ചെയ്യുക എന്നതാണ് ഈ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത്. അതേസമയം നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഇഷ്ടദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവരുടെ അനുഗ്രഹമായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് പല സിദ്ധികളും, പല ഇൻറ്റ്യൂഷനും, പല കാര്യങ്ങളും. അപ്പോൾ ഇതിനെപ്പോഴും നമ്മൾ അവരോട് നന്ദി പറയുകയും, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ദൈവത്തെ ഓർക്കുകയും, അതായത് അഹംഭാവം വെടിയുക എന്നത് തന്നെ വേണം. കാരണം ഞാനല്ല പറയുന്നത്, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ വന്ന് ഇരുന്ന് ഭഗവതിയാണ് പറയുന്നത് എന്ന ബോധം എപ്പോഴും വേണം. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം, വൃശ്ചികത്തിലെ വ്യാഴം എന്നൊരു കാര്യം പറയുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങളുടെ 9ാം ഭാവാധിപൻ അഷ്ടമത്തിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യം എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് നമ്മുടെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായുള്ള ദശകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവില്ല ആരാണ് ഞാൻ, എന്താണ് ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം, ഇതൊന്നും അറിയില്ല. വ്യാഴത്തിൻ്റെ ഈ ഒരു പൊസിഷൻ എന്നത് ഭഗവാന്റെ ആരാധനയെ തന്നെയാണ് പറയുന്നത്. അപ്പം നാമജപങ്ങൾ തുടക്കത്തിൽ ചൊല്ലുമ്പോൾ ആദ്യം ആ ഒരു കോൺസെൻട്രേഷൻ കുറയുക, പലതരത്തിലും മനസ്സ് വ്യതിചലിച്ചു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ക്രമേണ 4-5 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളതുമായിട്ട് ആ ഒരു ജപവുമായിട്ട് നമുക്കൊരു ശീലം വരും. അപ്പോൾ ശരിക്കും ആദ്യത്തെ ഒരു അനുഭവം പോലെ ആയിരിക്കില്ല. ഏത് ജപത്തിനും ഇങ്ങനെ തന്നെയാണ്. ഏത് ദേവീദേവതയുടെ ജപത്തിനായാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതാണെങ്കിലും ആദ്യം അതൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്കത് ശീലം തുടങ്ങാനായിട്ട്. പിന്നീട് അങ്ങോട്ട് അതായത് നമ്മൾ നാമജപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വൃത്തികേടുകളൊക്കെ പതുക്കെ പുറത്തു പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രത്യേക റിച്വൽസ് പ്രാക്ടീസസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി പോകുന്ന ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതിനൊരു കാരണം എന്നത് ഈ ഭഗവാന്റെ നാമം ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ആ വൃത്തികേടെല്ലാം പുറത്തേക്ക് കളയാണ്. അപ്പോൾ അത് കാമമായിട്ട്, ക്രോധമായിട്ട്, മോഹമായിട്ട്, മാത്സര്യമായിട്ട് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യം ആ ദേവതയുടെ എനർജി, അതായത് ആ നാമരൂപത്തിൽ, ഞാനിവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേതാണ് പറയുന്നത്, അഷ്ടമഭാവത്തിലെ വ്യാഴത്തിനെ പറ്റി. അപ്പോൾ ആദ്യം ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാം പുറത്തേക്ക് വരും നെഗറ്റിവിറ്റി. പിന്നീട് അതൊരു 6-7 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സെന്നത് നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ച, അതായത് തറയും ചുമരും മേൽക്കൂരയും എല്ലാം സ്ഥലങ്ങളും വൃത്തിയാക്കി വെച്ച ഒരു വീട് പോലെ ആയിരിക്കും നമ്മുടെ മനസ്സും. അപ്പോൾ അവിടെ ഭഗവാൻ കൂടിയിരിക്കുന്നുണ്ടാവും. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് വീണ്ടും ഈ ഒരു ആധ്യാത്മിക പുരോഗതിയെപ്പറ്റി അറിയുന്നതും. പിന്നെ നമുക്കറിയാം, നമ്മൾ അറിയുന്നത് നമ്മളെല്ലാവരും ഭഗവാന്റെ കുഞ്ഞുങ്ങളാണെന്നാണ്, മക്കളാണെന്നാണ്. പിന്നീട് നമ്മൾ ഭഗവാന്റെ അംശമാണെന്നറിയും. പിന്നീട് ഈ വിവേചനം ഉണ്ടാകില്ല. ഭക്തനും ഭഗവാനും എന്നുള്ള ഒരു വിവേചനം ഇല്ലാത്തൊരു രീതിയിലേക്ക് എത്താനും സഹായിക്കും. ഇതും ഒരുപാട് ആൾക്കാരുടെ കൂടുന്നവർ, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കാണുക, അതായത് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ല ഇത്. അവനവൻ്റെ പ്രൊഫഷൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷൻ എന്നത് മീഡിയയുമായി ബന്ധപ്പെട്ടതാണോ, നിങ്ങൾക്ക് പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ട് ചെയ്യേണ്ട ജോലിയാണോ, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണോ, എന്താണെങ്കിലും ആ ഡ്യൂട്ടി ചെയ്യുക. ബാക്കി സമയം എന്നത് നമ്മുടേതായിട്ടുള്ള സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം. ഈ ജന്മം എൻലൈറ്റഡ് ആകാൻ പറ്റുമോ ഇല്ലയോ എന്നത് വേറൊരു കാര്യമാണ്, പക്ഷെ അതിൻ്റെ ശ്രമമായിരിക്കണം. അപ്പോൾ ജ്യോതിഷം ആണെങ്കിലും നമ്മൾ പഠിക്കുന്നത് ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റൊരാളുടെ ഭാഗ്യം മാറ്റി കൊടുക്കാനുള്ളതല്ല ജ്യോതിഷം. അവനവൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വരുമ്പോൾ ഏത് ദേവതയാണോ നമ്മളെ സഹായിക്കുന്നത് ആ ദേവത നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അതായത് സമൂഹത്തെ സേവിക്കൂ എന്നത്. സന്യാസിമാരെ കാണുന്നില്ലേ, അവർക്ക് ഒരു ആവശ്യവുമില്ല പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് അവരുടെ ജ്ഞാനം പറയേണ്ട ആവശ്യമില്ല. അവർ മോക്ഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അത്രയും ജ്ഞാനം അവർ നേടിയിരിക്കുമ്പോൾ, വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഗീതയുടെയും സകല ജ്ഞാനവും അവർ നേടിയിരിക്കുമ്പോൾ ഭഗവാൻ അവരെ കൊണ്ട് ആ ഒരു കർത്തവ്യം ചെയ്യിക്കും. എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ എന്നിൽ നിന്ന് നേടിയ ജ്ഞാനമെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെയും ഉത്ഥാനം ചെയ്യാൻ ശ്രമിക്കൂ എന്നത്, അതൊരു പ്രാരാബ്ധമാണ് അവരുടേത്.
അതവർ ചെയ്യുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാരിൽ, അതായത് അവരുടെ ശിഷ്യന്മാരും അവരെ യൂട്യൂബിലൂടെയും അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് കേൾക്കുന്ന ആൾക്കാരുടെയും അതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു ആധ്യാത്മികതയെ ഇഷ്ടപ്പെടാനും അതിലേക്ക് വരാനും നമ്മളിലെ യഥാർത്ഥ തത്വം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുന്നതാണ്. പറഞ്ഞു വരുന്നത് വ്യാഴത്തിൻ്റെ ഒരു അവസ്ഥയെ പറ്റിയാണ്. വ്യാഴം ജാതകത്തിൽ നല്ലതാണെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ആ പരാശക്തികളുണ്ടാകും. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ പ്രത്യേകതയും വൃശ്ചികത്തിലെ വ്യാഴത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ വീഴുന്നത് പോലും, ഒരു ഭക്തൻ്റെ വീഴ്ച പോലും ഹരിയുടെ കരങ്ങളിലേക്കാണ്. അതാണ് അഷ്ടമത്തിലെ വ്യാഴം. നിങ്ങളെ തന്നെ ജ്വലിപ്പിച്ച്, വൃശ്ചികം എന്നത് ചൊവ്വയുടെ രാശിയാണ്, നിങ്ങളെ തന്നെ ജ്വലിപ്പിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന രീതിയിൽ മാറുകയാണെങ്കിൽ, കാരണം വ്യാഴം എന്നത് ജീവകാരക ഗ്രഹമാണ്. ജീവകാരക ഗ്രഹം വൃശ്ചികത്തിലിരിക്കുമ്പോൾ അവിടെ നിന്ന് 10ാം ഭാവം എന്നത് സൂര്യൻ്റെ രാശിയാണ്. അതായത് വ്യാഴത്തിൻ്റെ കർമ്മം എന്നത് സൂര്യനാണ് അവിടെ. ഈ ഒരു രീതിയിൽ നമ്മൾ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രഹങ്ങളുടെ കർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം പറയുന്നത് ഈ സൂര്യനെ പോലെ ജ്വലിക്കൂ. അഗ്നിതത്വ ഗ്രഹത്തിൻ്റെ രാശിയാണ് വൃശ്ചികം എന്നത്. അവിടെ ഇരിക്കുന്ന വ്യാഴം പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ബേൺ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് മാറൂ. അത് ചിലപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ മോറൽ വാല്യൂസ് നഷ്ടപ്പെടുത്തിയിട്ടാകരുത് എന്ന ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദനകളുണ്ട് ഇവർക്ക്. അതായത് പൊതുവെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഉപദേശങ്ങൾ തേടാനോ അഡ്വൈസ് തേടാനോ പോകാറില്ല ഇവരുടെ വേദനകളും ഇവർ കാലത്തിനായിട്ട് കാത്തിരിക്കും. കാലം എൻ്റെ വേദനകൾ മാറ്റിത്തരും, എൻ്റെ മുറിവ് അത് ഭഗവാൻ ഉണക്കിത്തരും, അതുപോലെ എൻ്റെ പ്രാരാബ്ധം കഴിയുന്നത് വരെ ഈ വേദന ഞാൻ സഹിക്കും, ഞാൻ പരിഹാരമൊന്നും ചെയ്യില്ല, ഇതോടുകൂടി തീരുകയാണെങ്കിൽ ഇതോടുകൂടി തീരട്ടെ എന്ന രീതിയിലും ഇരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജാതകത്തിലെ അഷ്ടമത്തിലെ ഗ്രഹങ്ങളെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ആശങ്ക വേണ്ട. അഷ്ടമത്തിലെ ഗ്രഹങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് നമ്മുടെ ആ ഒരു അനൈതികമായിട്ടുള്ള വഴി ഫോളോ ചെയ്യരുത്, ധാർമ്മികതയോട് കൂടിയിരിക്കണം. നമ്മുടെ ആ ഒരു ഷഡരിപുക്കളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താൻ പഠിക്കണം. അഷ്ടമത്തിലൂടെ ഗ്രഹങ്ങൾ ഗോചരം ചെയ്യുമ്പോഴും മേജർ പ്ലാനറ്റ്സിൻ്റെ ഗോചരമായാലും വലിയ മാറ്റങ്ങളാണ് തരുന്നത്. ഇപ്പോൾ കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമത്തിലാണ് ഗോചരം ചെയ്യുന്നത്. അതും വലിയ ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നത്. അതുപോലെ തുലാം ലഗ്നം, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലാണ് ഗോചരം ചെയ്യുന്നത് ഇപ്പോഴും. ഇതും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് തുലാം ലഗ്നം, തുലാം രാശിക്കാർ നിഗൂഢ വിദ്യകൾ പഠിക്കാൻ, തന്ത്രമന്ത്രങ്ങൾ പഠിക്കാൻ, ജ്യോതിഷം പഠിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റ് റിസർച്ച് ചെയ്യാനും, അതുപോലെ ഫിനാൻഷ്യൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും, അതുപോലെ ആ ഫിനാൻസ് എന്തൊക്കെ നമുക്ക് പഠനവുമായിട്ട് വിദ്യയുമായി ബന്ധപ്പെട്ടത്, ജ്ഞാനം ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഹീലിങ്ങിനെ പറ്റി, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ, അതുപോലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം ഫോക്കസ്. അതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ ആ ഒരു ഗ്രഹങ്ങളെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ രീതിയിലല്ല ഈ ജ്യോതിഷം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓരോന്നിൻ്റെയും പ്രായോഗിക വശമാണ്. ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള കർമ്മമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയും രാഹുവും ഒക്കെ ആകുമ്പോൾ അവിടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക തന്നെ വേണം. ശനിയും രാഹുവിൻ്റെ ഒരു കോമ്പിനേഷൻ ഏത് തരത്തിൽ നവാംശത്തിലാണെങ്കിലും അതുപോലെ ജാതകത്തിൽ വരികയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നമ്മളിത് എത്ര കൊടുക്കുന്നുവോ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നല്ല ഗെയിൻസ് വരാൻ തുടങ്ങും. കാരണം ഇവർ ശരിക്കും ലാഭസ്ഥാനത്തിൻ്റെ അധിപന്മാരാണ്. നാച്ചുറൽ സോഡിയാക്കിലെ 11ാം ഭാവത്തിൻ്റെ അധിപതി ശനിയാണ്, കോ റൂളർ രാഹുവാണ് കുംഭത്തിൻ്റേത്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ എന്നത് ശരിക്കും ഒരുപാട് പണം തരുന്നതാണ്. നിങ്ങളുടെ ദശാകാലങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയ നഷ്ടമുണ്ടാകും. ആരോഗ്യം, അതായത് മേജറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അതുകൂടാതെ ധനപരമായിട്ടുള്ള നഷ്ടം, റിലേഷൻഷിപ്പ് കാര്യങ്ങൾ. എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഇതാണ്. സമൂഹത്തിലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, വിദ്യാഭ്യാസം കൊടുത്തിട്ടാണെങ്കിലും പലതരത്തിലും, ആർട്ടിഫിഷ്യൽ ലിംബ്, അതുപോലെ അതായത് പലതരത്തിലും സമൂഹത്തിനെ എങ്ങനെ നമ്മളാൽ കഴിയുന്ന വിധം അതുപോലെ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വവും ഉള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുതരും. ജാതകത്തിൽ എന്ത് ഫലം കിട്ടുമെന്നത് നവാംശ ചാർട്ടിലാണുള്ളത്. അപ്പോൾ എവിടെ ഗ്രഹങ്ങൾ പോയി എന്നത്,
അതായത് ഏത് നക്ഷത്രപാദത്തിൽ നിന്ന് എവിടെ പോയി എന്നത് അതിനനുസരിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ യോഗങ്ങളുണ്ടെങ്കിലും ആ യോഗം നടക്കുന്ന ദശകൾ വരുന്നുണ്ടോ, അന്തർദശകൾ വരുന്നുണ്ടോ, അതിനൊക്കെ അനുസരിച്ചിട്ടുമാണ് ഫലമിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ വിപരീതമാവുമ്പോഴാണ്. ശുക്രൻ തുലാം രാശിയിലിരിക്കുകയാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ തുലാം രാശിയിലിരിക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾ ആ പെൺകുട്ടി, സങ്കല്പത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇത്ര ഹൈറ്റുള്ള ആളായിരിക്കണം, ഇന്ന ജോലി ആയിരിക്കണം, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം, അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ആയിരിക്കണം, ഇത്രമാത്രം പ്രോപ്പർട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലുക്കായിരിക്കണം, ഇങ്ങനെയുള്ള വലിയ ഒരു എന്താ പറയുക, ഒരു നീണ്ട പട്ടിക നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. വിവാഹം കഴിഞ്ഞാലും സാറ്റിസ്ഫാക്ഷനേ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട് നിങ്ങളുടെ അടുത്ത്, അതുപോലെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ചിരിക്കണം, അല്ലെങ്കിൽ ഇന്നതുപോലെ വേണം, അല്ലെങ്കിൽ ഇന്ന ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പറയുന്ന പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന ജോലിയാണെന്നാണല്ലോ കല്യാണം കഴിയുമ്പോൾ പറയുന്നത്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ലല്ലോ. അതായത് ആ എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്. അപ്പോൾ അത് ശുക്രൻ തുലാം രാശിയിലുണ്ടാകുമ്പോൾ മാത്രമല്ല, മറ്റു കോമ്പിനേഷൻസും ഉണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ 7ാം ഭാവം, അതുപോലെ ഈ ഒരു തുലാം രാശിയിലെ ഗ്രഹങ്ങൾ എന്നത് അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത്, ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ ആ ഗ്രഹം നിങ്ങൾക്ക് ശുഭഫലം തരികയുള്ളൂ. അപ്പോൾ കർമ്മങ്ങളാണ് നമ്മുടേത്. നമുക്ക് ഭഗവാൻ കർമ്മം ചെയ്യാനുള്ള മാർഗം തുറന്നിട്ടിരിക്കുകയാണ്. ആ മാർഗത്തിലൂടെ നമ്മൾ ഏത് വഴി പോകുന്നു, നമ്മൾ ശരിയായ തീരുമാനം എടുക്കുന്നുണ്ടോ, നമ്മൾ എടുത്ത തീരുമാനത്തിനനുസരിച്ചിട്ടാണ് ഫലം ലഭിക്കുന്നത്. അതിനനുസരിച്ചിട്ട് എല്ലാ ഭാഗത്തും അത് ഓരോന്നിൻ്റെയും റിസൾട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്, ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ അവലോകനം ചെയ്യേണ്ടതുണ്ട്. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ബുധനും ചന്ദ്രനും ഒക്കെ മനസ്സിനും ബുദ്ധിക്കും വളരെ സ്വാധീനമുണ്ട്. അതിലപ്പുറം വ്യാഴം നന്നായിരുന്നാൽ നമ്മുടെ വിസ്ഡം, നമ്മുടെ ഒരു പരാശക്തികളിൽ നിന്നുള്ള ഒരു അനുഗ്രഹം നമുക്കൊരു കൂട്ടായിട്ടുണ്ടാകും. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ മറ്റു ചില അറിവുകളുമായി വരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.